അങ്ങനെ എൻ്റെ 4 ദിവസത്തെ രാജസ്ഥാൻ ട്രിപ്പ് കഴിഞ്ഞു. ഐ എം പ്രിറ്റി ഷുവർ ലൈക്ക് അതിൻ്റെ ജയ്പൂർ വീഡിയോ എങ്കിലും വന്ന് കാണും. ഇഫ് നോട്ട്, ഡു വാച്ച്. അല്ലെങ്കിൽ ഇഫ് അതുവരെ വീഡിയോസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ do subscribe so that you can watch what happened in Alwar and how I explored Jaipur. അതൊക്കെ കാണാം. And it was really good, really an amazing experience. So ഇപ്പോൾ ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് any guesses? Yeah, ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനിപ്പം ഐ മീൻ സ്ലീപ്പർ ബസ്. സോ ഐ എം ഗോയിങ് ടു ഡൽഹി. ഇനി 3 ദിവസം ഡൽഹി തന്നെ ആയിരിക്കും. വീണ്ടും കാൽക്കുലേഷൻ മൊത്തം തെറ്റി ഗൈസ്. ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല തണുപ്പാണ്, ഉച്ചയ്ക്കും ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ ഈ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് വെയിൽ കൊള്ളാതിരിക്കാനാണ്. ഭയങ്കര വെയിലും നല്ല ചൂടും. പിന്നെ എന്തുകൊണ്ടോ എന്നറിയത്തില്ല, ക്യാബ് ഡ്രൈവർ എന്താ പറയുക, ഞങ്ങൾക്ക് AC പോലും വിട്ട് തരുന്നില്ല. നല്ല ചൂടത്തിരുന്നാണ് ഞങ്ങൾ ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡൽഹി എത്തി, റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് സിറ്റിയിൽ ഇന്ത്യ ഗേറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങി. ആൻഡ് അതിന് വേണ്ടി മെട്രോ എടുത്തതാണ്. ഇറ്റ്സ് റിയലി കൺഫ്യൂസിങ് ബിക്കോസ് ഇവിടെ ബ്ലൂ ലെയിൻ, റെഡ് ലെയിൻ എന്നൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിപ്പം ഹുമായൂൺസ് ടൂംബ് പോയി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഉള്ളിൽ വന്നപ്പോൾ മനസ്സിലായി ഇറ്റ്സ് റിയലി ഈസി. ദേ റെഡ് ലൈൻ, പിങ്ക് ലൈൻ പോകാനായിട്ട് പിങ്ക് കാൽപ്പാടും ബ്ലൂ ലൈനിന് ബ്ലൂ കാൽപ്പാടും കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. സോ യാ, വി ആർ ഓൺ അവർ വേ ടു ഹുമായൂൺസ് ടൂംബ് റൈറ്റ് നൗ. കുൽജ സിംസം. സോ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ന്യൂ അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്, വിച്ച് ഇസ് ലൈക്ക് ഏകദേശം യു പിൻ്റെ അടുത്താണ്, യു പിൻ്റെ ബോർഡറാണത്. ആൻഡ് അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ മെട്രോ എടുത്തിട്ട് സാരാ ഖാലെ ഖാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഇറങ്ങി. സോ ഇവിടെ നിന്ന് ഓട്ടോ എടുത്താൽ 20 റുപ്പീസിനെങ്ങാണ്ടോ ഹ്യൂമായൂൺസ് ടൂംബ് എത്തുമെന്ന് പറയുന്നുണ്ട്. കാണാം. വി ആർ അഗെയിൻ ഇൻ ടുക്സ്. ഒരു കുടുംബമായിട്ട് എങ്ങോട്ടാ കേട്ടോ? ഒരു കുടുംബമായിട്ട് എങ്ങോട്ടാ? ഇത് നോക്കണം 4 പേര്. എന്തിനാ? അവർക്കറിയാം ഹോൺ അടിച്ചാൽ ഇവിടെ അനങ്ങാനൊന്നും പറ്റത്തില്ലെന്ന്. എന്നിട്ടും കിടന്ന് ഹോൺ അടിക്കും. വീണ്ടും നമ്മൾ റോങ് സൈഡിൽ കൂടെ പോവാണ്. ഈ ചേട്ടൻ റോങ് സൈഡിൽ കൂടെ മാത്രമേ നമ്മളെ കൊണ്ടുപോകുന്നുള്ളൂ. എത്തി. അങ്ങനെ ഫൈനലി ഹുമായൂൺസ് ടൂംബ് എത്തി. 40 രൂപയാണ് ഇന്ത്യൻസിനുള്ള ടിക്കറ്റ്. So 40 rupees per person is what they charge you. പോലും നല്ല തിരക്കുണ്ട്, നല്ല സൂപ്പർ തിരക്കുണ്ട്. പണ്ട് ആർക്ക് സ്കൂളിലും ഓഫീസിലൊന്നും പോകണ്ടേ? ഇതാണ് ഈസാ ഖാൻസ് ഗാർഡൻ ടൂംബ്. ഇത് ഹുമായൂൺസ് ടൂംബിൻ്റെ അകത്താണ്. പക്ഷേ ഇത് ഹുമായൂൺസ് ടൂംബിനെക്കാട്ടിലും പഴയൊരു സ്കൾപ്ചറാണ്. ഇതെന്തോ ഓക്ടഗോൺ ഷേപ്ഡ് ബിൽഡിംഗ് ആണ്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ.
അതിൻ്റെ കളറൊക്കെ കണ്ടോ, ഇത്രയും കാലം പഴക്കമുള്ളൊരു സ്ഥലമാണ്. ആൻഡ് സ്റ്റിൽ ആ കളറും എല്ലാം ഇൻടാക്റ്റ് ആയിട്ടുണ്ട്. ഇത് എത്രയോ മണ്ണിൻ്റെ അടിയിലാണ് കിടന്നേന്ന് ഈ സാധനം. ഔട്ടർ വാൾ ഫോർ ദ ടൂം, ഇത് മൊത്തം അറൗണ്ട് ദ ടൂംബ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് എ ക്ലിയർ വ്യൂ ഓഫ് ദ ടൂം. സോ പ്രിറ്റി. ആൻഡ് ഈ ഹുമായൂൺസ് ടൂമിനാട്ടിലും 2 ഡിക്കേഡ് പഴക്കമുള്ളൊരു ടൂമ്പാണിത്. ആൻഡ് സ്റ്റിൽ ആ കളേഴ്സൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട്. This is another tomb. I think the best time to visit Humayun's tomb is during the sunset. ഇവിടെ സൺസെറ്റ് വ്യൂ ആയിട്ട് അങ്ങനെയില്ല, പക്ഷേ ഇറ്റ്സ് റിയലി കാമിങ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നു ബേർഡ്സിൻ്റെ ഒക്കെ ഒച്ച. ആൻഡ് ആസ് യു കെൻ സി ഇവിടെ കുറേ ഫാമിലീസ്, എനിക്കൊന്നു ഇപ്പം ക്ലോസിങ് ടൈം ആയല്ലോ, സോ അവരവരുടെ ഫാമിലിയുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സൺസെറ്റും കണ്ട് വിത്ത് ദ ബ്യൂട്ടി ഓഫ് ദിസ് ടൂം ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുവാണ്. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. ഫീൽ സോ ഗുഡ് ബീയിങ് ഹിയർ റൈറ്റ് നൗ. ആക്ച്വലി ബീയിങ് ഹിയർ ടുഡേ റിമൈൻഡ്സ് മീ ഓഫ് ദ ലാസ്റ്റ് ടൈം ഐ വാസ് ഹിയർ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു. ആൻഡ് മൈ ഹോൾ ഫാമിലി വാസ് ഹിയർ, മൈ സിസ്റ്റേഴ്സ്, ആൻഡ് വി സ്പെൻഡ് എ റിയലി ഗുഡ് ടൈം ഹിയർ ഇൻ ഡൽഹി. സോ യാ, കുറച്ച് നൊസ്റ്റു ആയിട്ടുണ്ട്.